ഹായ് ഡിയേഴ്സ്, ഇന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. കാടാമ്പുഴ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങി. കുറേ ദിവസമായി അമ്പലത്തിലേക്ക് കാടാമ്പുഴയ്ക്ക് പോകണമെന്ന് കരുതുന്നു. അപ്പം നമ്മൾ ഇന്ന് അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടം. മലപ്പുറം ജില്ലയിൽ കോട്ടക്കലിനടുത്ത് മാറാക്കര പഞ്ചായത്തിൽ കാടാമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കാടാമ്പുഴ ക്ഷേത്രം. ഇവിടെ വിഗ്രഹപ്രതിഷ്ഠയില്ല. ഒരു കുഴിയുടെ മുകളിലുള്ള കണ്ണാടി മാത്രമാണ് പ്രതിഷ്ഠ. വനദുർഗ ഭാവമുള്ളതിനാൽ ശ്രീകോവിലിന് മേൽക്കൂരയില്ല. പൂമൂടൽ, മുട്ടറുക്കൽ എന്നിവയൊക്കെയാണ് പ്രധാന വഴിപാട്. കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്രം. അർജുനൻ പാശുപതാസ്ത്രം സമ്പാദിക്കാനായി പരമശിവനെ ധ്യാനിച്ചു. എന്നാൽ അർജുനന്റെ അഹങ്കാരം അടങ്ങിയ ശേഷമേ ദിവ്യായുധം നൽകിയിട്ട് ഫലമുള്ളൂ എന്ന് ശിവൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി ശിവനും പാർവതിയും കാട്ടാളവേഷത്തിൽ അർജുനൻ തപസ് ചെയ്യുന്ന സ്ഥലത്ത് എത്തുകയും ചെയ്തു. അർജുനന്റെ തപസ് മുടക്കാനായി ദുര്യോധനൻ മൂകാസുരൻ എന്ന അസുരനെ പന്നിയുടെ വേഷത്തിൽ പറഞ്ഞയച്ചു. ഇത് കണ്ടു നിന്ന ശിവൻ പന്നിയെ അമ്പെയ്തു. തന്നെ ഉപദ്രവിക്കാൻ വന്ന പന്നിയെ അർജുനനും അമ്പെയ്തു വീഴ്ത്തി. പന്നിയെ കൊന്ന അവകാശവാദവുമായി കാട്ടാളവേഷധാരിയായ ശിവനും അർജുനനും തമ്മിൽ യുദ്ധമായി. അമ്പുകളേറ്റ് ശിവന്റെ ശരീരം കീറിമുറിഞ്ഞപ്പോൾ പാർവതി എയ്യുന്ന ശരങ്ങളെല്ലാം പുഷ്പങ്ങളാക്കി മാറട്ടെ എന്ന് അർജുനനെ ശപിച്ചു. കാട്ടാളവേഷത്തിൽ വന്നത് ശിവനും പാർവതിയുമാണെന്ന് മനസ്സിലാക്കിയ അർജുനൻ സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പപേക്ഷിച്ചു. ശിവനും പാർവതിയും സന്തുഷ്ടരായി. പാശുപതാസ്ത്രം അർജുനന് സമ്മാനിച്ചു. അർജുന ബാണങ്ങൾ പൂക്കളായി വർഷിച്ചതിൻ്റെ സ്മരണയ്ക്കായി പ്രതിഷ്ഠയ്ക്ക് ശേഷം ആദിശങ്കരാചാര്യരാണ് പൂമൂടൽ ചടങ്ങ് ആരംഭിച്ചത് എന്നാണ് ഐതിഹ്യം. ശങ്കരാചാര്യരാണ് ദേവി പ്രതിഷ്ഠ നടത്തിയതെന്ന് ഐതിഹ്യം. ഇവിടുത്തെ പ്രധാന വഴിപാടായ മുട്ടറുക്കലിൻ്റെ വിവിധ തരം മുട്ടറുക്കലാണ് ഈ ഒരു പേജിലുള്ളത്. നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്. ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യൂ ഒക്കെ ഭയങ്കരമായിട്ട് നിന്നു. നമ്മൾ രാവിലെ അമ്പലത്തിലെത്തിയപ്പോൾ എൻ്റെ സുഹൃത്തായ ഷൈനിയുടെ ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് മുല്ലപ്പൂവിൻ്റെ കച്ചവടത്തിൻ്റെ ഷോപ്പ് ഉണ്ട് അവിടെ. അപ്പോൾ അവരെ കണ്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. ആൾ മുല്ലപ്പൂ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വിട്ടുപോയതാണ് പറയാൻ. നമ്മളെ അറിയുന്നവർ അവിടെ ഉള്ളത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഏട്ടനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി നമുക്ക്. പിന്നെ തിരിച്ചു വരുമ്പോൾ അങ്ങനെ അവക്കാഡോ അങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അവക്കാഡോ നമ്മളിങ്ങോട്ട് വാങ്ങിയിട്ടോ. നല്ല രസമുണ്ട് ഇതിങ്ങനെ കൂടി കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. പച്ചയും പഴുത്തതും എല്ലാം ഉണ്ടായിരുന്നു. നമ്മളതൊന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലെത്തി.